ഹായ് ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ 10th CBSE ഫിസിക്സിലെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൽ ഫസ്റ്റത്തെ പോർഷൻ എല്ലാം ഓൾറെഡി നമ്മൾ കവർ ചെയ്തായിരുന്നു. അതായത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ദെൻ കോർക്ക് സ്ക്രൂ റൂളും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കണ്ടക്ടറിലൂടെ സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിന് സറൗണ്ടിങ് റീജിയൻസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സർക്കുലർ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്, ദെൻ സോളിനോയിഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പും കുറച്ച് കാര്യങ്ങളുണ്ട്, അതും നമുക്ക് നോക്കാനുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളങ്ങനെ കുറച്ച് പോർഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ ക്യാരിങ് കറണ്ടാണ് ആദ്യം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സർക്കുലർ കോയിൽ എടുത്താൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊരു സർക്കുലർ കോയിൽ കൺസിഡർ ചെയ്യുവാണ്. ഇതൊരു സർക്കുലർ കോയിലാണ്. ഓക്കെ, നമുക്കതിൽ കറണ്ട് പാസ് ചെയ്യാനുള്ള ഒരു 2 ടെർമിനലിന് പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ നിയർ ബൈ ആയിട്ടാണ്. ഓക്കെ, ഇതൊരു സർക്കുലർ കോയിലാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കുലർ കോയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലൂടെ ഞാൻ എന്ത് ചെയ്യുവാണ്, കറണ്ട് പാസ് ചെയ്യുവാണ്. ഇങ്ങനെ പോകുന്ന കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യും, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യും, തിരിച്ചിതിലേ വരും, ആൻഡ് ഈ ടെർമിനലിലൂടെ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് അല്ലേ. ഇവിടെ വെച്ചിരിക്കുന്ന സർക്കുലർ കോയിൽ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ കറണ്ട് ഫ്ലോ എടുത്തിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എടുത്തിരിക്കുന്നത്. ഇനി എന്താണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടാവും, അതായത് നമ്മൾ ഒരു ചെറിയ എലമെന്റ് എവിടെ എടുത്താലും ഏത് പോയിന്റിൽ എടുത്താലും അവിടെ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതെല്ലാം ഒരു സ്മോൾ കണ്ടക്ടേഴ്സ് അല്ലേ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഓരോ പോയിന്റിൽ എന്ത് അപ്ലൈ ചെയ്യാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് എങ്ങനെ വരും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് കണ്ടക്ടർ ഷുഡ് ബി ഹോൾഡ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച്, അല്ലെങ്കിൽ തമ്പ് ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലെ. ഹോൾഡ് ദ കണ്ടക്ടർ വിത്ത് ദ തമ്പ് പോയിന്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, നോക്കി, ഞാൻ ഈ കണ്ടക്ടറെ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, കാരണം തമ്പ് ഇങ്ങാടെ വരിക, കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് വരണം. അപ്പൊ ഞാൻ ഈ കണ്ടക്ടർ ഇതുപോലെ ഇരിക്കുന്ന ഈ കണ്ടക്ടറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പുറത്തോടെ ഇതേപോലെ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, കറണ്ട് ഇതേപോലെ മൂവ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ നോക്കിയാൽ കാണാം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അപ്പുറത്തോടെ വന്ന് ഇതിനകത്തോടെ ഇൻസൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ വരും അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ ബിഗറായി വരുവാണ് അല്ലേ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നിന്ന് ഇപ്പുറത്തേക്കാണ്, ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഓക്കെ ആണോ? സോ ഹിയർ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, നിയർ ബൈ, അതായത് കണ്ടക്ടറിന്റെ ഈ നിയർ റീജിയണിൽ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, വൈഡറായി ബിഗ്ഗർ സർക്കിളിലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സെന്റർ എത്തുമ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി എന്താണ് ഓൾമോസ്റ്റ് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതായത് ഇവിടെ ഓൾമോസ്റ്റ് വളരെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇനി നമുക്ക് ഈ എൻഡിൽ അപ്ലൈ ചെയ്യാം സെയിം റൂൾ. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഹോൾഡ് ചെയ്യേണ്ട എങ്ങനെയാ, ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യാൻ നേരത്ത് നോക്കിയേ മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ അകത്തോടെ പോയിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ എടുക്കാം. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഏത് രീതിക്കാണ് കിട്ടുന്നത്, ഇവിടെ നമ്മൾ എടുക്കുമ്പം ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് അകത്തേക്ക്, ഓക്കെ, ദെൻ ഇവിടെ നിന്ന് പുറത്തേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഇപ്പൊ ഹോൾഡ് ചെയ്തു അല്ലെ, ഈ കണ്ടക്ടറെ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തപ്പോൾ നോക്കിയേ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ ബോർഡ് ആണ് പോകുന്നത്. ഇവിടെ ഹോൾഡ് ചെയ്തപ്പോൾ നോക്കിയേ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിങ്ങനെ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്തു, കറണ്ടിന്റെ ഡയറക്ഷനിൽ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ടു ദ ബോർഡ് അല്ലെ. ഇവിടെ നിന്ന് അപ്പുറത്തോടെ വന്ന് ഇതിലൂടെ എൻറ്റർ ചെയ്താണ് അകത്തോടെ പോകുന്നത്. അപ്പൊ ഇൻസൈഡ് ദ കോയിൽ എന്താണ്, ഇൻ ടു ദ ബോർഡ് ആണ് ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡും. ഇവിടെ ഹോൾഡ് ചെയ്താൽ നോക്കിയേ ഇവിടെ നിന്ന് ഇൻ ടു ദ ബോർഡ് ആണ്, എന്നിട്ട് അപ്പുറത്തോടെ തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ഇൻ ടു ദ ബോർഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്താലും ഇവിടെ എടുത്താലും നോക്കിയേ ഇൻ ടു ദ ബോർഡ് ആണ്. ഓക്കെ, അതായത് ഏത് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്താലും the magnetic field inside the coil is acting in the same direction, and here inside the coil it is in the it is into the board ആണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒരു സർക്കുലർ കോയിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് പാസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ആണ് ഇൻസൈഡ് ദ കോയിൽ. ഓക്കെ, ദെൻ
നമ്മൾ ഇവിടെ നിന്നും അകന്നു വരുന്നതോറും നോക്കി ഇത് അപ്രോക്സിമേറ്റ്ലി പാരലൽ ആവാൻ ശ്രമിക്കുകയാണ് അല്ലേ. അപ്പം ഇൻസൈഡ് ദ കോയിൽ എന്താണ് ഇവിടെ അപ്രോക്സിമേറ്റ്ലി പാരലൽ, അടുത്ത് വരുമ്പോൾ പിന്നെയും ലാർജർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഓക്കെ ഇത് ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലാർജർ ആവും, ഇവിടെയും ലാർജർ ആവും. അപ്പോൾ ലാർജർ ആകുമ്പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് അപ്രോക്സിമേറ്റ്ലി എന്താവും, പാരലൽ ആയി വരും. ഓക്കെ, അതായത് ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിൽ, അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ കോയിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മളൊരു പുതിയ ടേം കൂടെ പഠിക്കുകയാണ് ഇവിടെ. എന്താണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സർക്കുലർ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ്. ഒരു സർക്കുലർ കോയിൽ നമ്മൾ കൺസിഡർ ചെയ്തു, ആ സർക്കുലർ കോയിലാണ് ഇത്. ഓക്കെ, ആ സർക്കുലർ കോയിലിന്റെ ടെർമിനൽ ആയിരുന്നു ഇത്. ഇത് കോയിലാണ്. ഓക്കെ, ഞാനത് ഇച്ചിരി ഡാർക്ക് ആക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഓക്കെ, ഇത് നമ്മുടെ കോയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഐ കറണ്ടാണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഐ ഇസ് ദ കറണ്ട് വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ കോയിൽ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നോക്കിയേ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് വെച്ച് പറയാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് പറയാം. അങ്ങനെ പറയാൻ നേരത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് ഇൻസൈഡ് ദ കോയിൽ ഓർ ഇൻസൈഡ് ദ സർക്കുലർ കോയിൽ ഈസ് എന്താണ് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇൻസൈഡ് ദ കോയിൽ ദ മാഗ്നറ്റിക് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, ഒരേ ഡയറക്ഷനിലാണ് എല്ലാം ആക്ട് ചെയ്യുന്നത്. ആൻഡ് രണ്ട്, അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ്. ഓക്കെ, സർക്കുലർ കോയിലിന്റെ സെൻട്രൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എന്താണ് ഓൾമോസ്റ്റ് പാരലൽ. ദാറ്റ് മീൻസ് അറ്റ് ദ സെന്റർ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, അറ്റ് സെന്റർ ഓഫ് ദ കോയിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, ദെൻ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മാക്സിമം അറ്റ് ദ സെന്റർ. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാക്സിമം എവിടെ വരുന്നത്, സെൻട്രലാണ്. കാരണം ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നള്ളിഫൈ ചെയ്ത് പോകുമ്പം ഇവിടെ പാരലായിട്ട് എന്താണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ആയിരിക്കും സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പം ഒരു സർക്കുലർ കോയിൽ നമ്മൾ കണ്ടക്ടർ പഠിച്ചപ്പം സ്ട്രെയിറ്റ് കണ്ടക്ടർ പഠിച്ചപ്പോൾ പറഞ്ഞത് നിയർ ബൈ ദ കണ്ടക്ടർ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് കൂടുന്തോറും കുറയുമെന്ന് പറഞ്ഞു. പക്ഷെ സർക്കുലർ കോയിലിൽ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെങ്ത്തിനേലും കൂടുതൽ എവിടെയാണ്, അറ്റ് ദ സെന്റർ ആണ്. ഓക്കെ, നിയർ ബൈ ദ കണ്ടക്ടർ അല്ല, അവിടെ നിന്നും കോയിലിന്റെ ഇൻസൈഡിലേക്ക് ടുവേർഡ്സ് ദ സെന്റർ മൂവ് ചെയ്യുമ്പം അറ്റ് ദ സെന്റർ വിൽ ബി ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള പറയാം. അത് പറയുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം. എന്താണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? അപ്പം നിങ്ങൾ ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് ടു കറന്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ എന്ന് എഴുതുക. അതിനുശേഷം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ പോയിന്റ്സ് എഴുതാം. ഓക്കെ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഹാവിംഗ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് വിച്ച് ഹാവിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, a magnetic field which is in the same direction and having same strength at every point is known as a uniform magnetic field. A uniform magnetic field can be represented by straight lines. Okay, parallel straight lines. Okay, നമുക്ക് ദാ ഇതേപോലെ പാരലൽ ആയിട്ടുള്ള equidistant ആയ straight lines ഉപയോഗിച്ചാൽ which can be represented. Okay, with an arrow. ഒരു ആരോയും കൂടെ വേണം. ഏത് ഡയറക്ഷൻ ആണെന്ന് പറയാൻ വേണം. ഡയറക്ഷൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സെയിം അറ്റ് എവരിവെയർ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടെ ഞാൻ എടുത്താലും ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി. മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിന്റെ ഇന്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ ഇന്റൻസിറ്റി എന്താണ്, എല്ലാ പോയിന്റിലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും എവിടെ എടുത്താലും ഏത് പോയിന്റിൽ എടുത്താലും എവിടെ എടുത്താലും എന്തായിരിക്കും, വിൽ ബി സെയിം. എല്ലായിടത്തും എന്താണ്, സെയിം വാല്യൂ ആണ്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വിൽ ബി സെയിം എവരിവെയർ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഓൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലാണ് വരച്ചേക്കണേ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന്
വിളിക്കുന്നത്. അപ്പം ഇതേപോലെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് എന്തിൻ്റെ ഇൻസൈഡ് ജനറേറ്റ് ചെയ്യുന്നത്? സർക്കുലർ കോയിലിൻ്റെ ഇൻസൈഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ ഡെഫിനിഷൻ അറിയാത്തവർ എഴുതിക്കോ. എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഹാവിംഗ് സെയിം സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ everywhere on the magnetic field, then it is a uniform magnetic field. A magnetic field which having same strength and direction everywhere in the magnetic field, then it is a uniform magnetic field. Then this will be the diagram. You can draw this diagram. Okay. Then after that നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് വരാം. ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ടു എ കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞ ഒരു സർക്കുലർ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെയാണ് പ്രത്യേകത? ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് ഈസ് യൂണിഫോം ആണെന്ന് പറഞ്ഞു. ആൻഡ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞു. ആൻഡ് പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സെയിം എവരിവെയർ ഇൻസൈഡ് ദ സെൻറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇൻ ടു ദ ബോർഡ് ആണെങ്കിൽ അപ്പുറത്ത് ഔട്ട് ഓഫ് ദ ബോർഡാണ്. ബോർഡിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ ഔട്ട് ഓഫ് ദ ബോർഡാണ്. ഇവിടെ നോക്കുമ്പോൾ ഇൻ ടു ദ ബോർഡും അപ്പുറത്ത് നോക്കുമ്പം ഔട്ട് ഓഫ് ദ ബോർഡും ആണ്. ഓക്കെ ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വന്ന് കയറുവാണെങ്കിൽ ദാറ്റ് ഫേസ് ഈസ് ആക്ട് ലൈക്ക് എന്താണ്? സൗത്ത് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് മറ്റേ എൻഡ് എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. അപ്പോൾ ഈ എൻഡ് എന്താണ്? സൗത്ത് ആണ്, മറ്റേ എൻഡ് നോർത്താണ്. അത് നോക്കാൻ നമുക്ക് മറ്റൊരു റൂളും കൂടി ഉണ്ട്. ക്ലോക്ക് റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അത് നമുക്ക് ഇതിന് ശേഷം പറയാം. അപ്പം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എഴുതി കഴിഞ്ഞെങ്കിൽ ഈ ഡയഗ്രാം വരച്ചോളൂ. ഈ ഡയഗ്രാം വരച്ചിട്ട് ഓക്കെ, ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് കാര്യങ്ങൾ എഴുതുക. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക. The magnetic field produced by a current carrying circular loop, the magnetic field produced by a current carrying circular loop is in the same direction, will be in the same direction inside the circular loop. Okay, will be in the same direction everywhere inside the circular loop. Okay, the direction of magnetic field produced by a current carrying circular loop is in the same direction everywhere inside the circular loop. Okay, then after that second point the magnetic field at the center of the circular loop is uniform. Second point, the magnetic field at the center of the circular loop is uniform. The magnetic field at the center of the circular loop is uniform. Okay, so the third one, the strength of magnetic field is maximum at the center of the circular loop. The strength of magnetic field is maximum at the center of the circular loop. The strength of magnetic field is maximum at the center of the circular loop. Okay, appo third one എഴുതിയല്ലോ. Then the fourth one എന്താണ്? when the radius of the circular loop is decreases. Okay, when the radius of the circular loop decreases, അതായത് സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യുക, ചെറിയ ലൂപ്പ് ആവുക, ആയാൽ എന്ത് പറ്റും? the strength of magnetic field increases. Okay, radius decrease ചെയ്താൽ, radius is small ആണെങ്കിൽ, when radius of is small ആണെങ്കിൽ B will be greater value. When the radius of the circular loop is small, the strength of the magnetic field is more. Okay, when the radius of the circular loop is small, the strength of the magnetic field is more. Okay, അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതിയല്ലോ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് which are the factors which depends on the magnetic field inside a circular loop. ഫസ്റ്റ് ഫാക്ടർ ആണ് factors depends. Okay, depends the magnetic field inside a circular coil. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, സർക്കുലർ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇതാണ് നമ്മൾ പറയുന്നത്. ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ, എന്തിനെയൊക്കെ ബേസ് ചെയ്ത് കൂടുന്നു കുറയുന്നു.
ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തോടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടുക, ദാറ്റ് ഈസ് ഐ അല്ലേ. കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ നമ്മളൊരു സ്ട്രോങ്ങർ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും, ഒരു സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ conductor. So when you are increasing the strength of the current, the strength of the magnetic field also gets increased. Okay, അപ്പോൾ ഇതിനകത്തൊരു സ്ട്രോങ്ങർ ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു സ്ട്രോങ്ങർ കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് കോയിൽസ് കൂട്ടാം. ഓക്കെ, അതായത് ഒരു കോയിലിന് പകരം ഇതേ ഡയറക്ഷനിലുള്ള ഒരു നമ്പർ ഓഫ് കോയിൽസ് വെക്കുക. അതായത് ഇപ്പം ഞാനിവിടെ ഒരു 100 കോയിൽസ് ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ 100 കോയിൽസിലൂടെയും കറണ്ട് പാസ് ചെയ്യും. 100 കോയിൽസിലൂടെയും കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ ഒരു കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സംതിങ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ 100 ടൈംസ് ആവും. അങ്ങനെയാണെങ്കിൽ magnetic field is directly proportional to the number of turns. Okay, n is the number of turns and magnetic field increases when the strength of magnetic field increases when the number of coils increases. Number of coils increase ചെയ്താൽ increase ചെയ്യും. അതുകൊണ്ട് തന്നെ B is directly proportional to എന്താണ് n എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? Then the third property അല്ലെ third factor which depends on the strength of magnetic field ഏതാണ്? റേഡിയസ്. B is inversely proportional to the radius. ഓക്കെ, അതായത് റേഡിയസ് ഓഫ് ദ സർക്കുലർ ലൂപ്പ് സെൻട്രൽ നിന്നും ഇങ്ങോട്ട് വരച്ചാൽ ദിസ് വിൽ ബി ദ റേഡിയസ് അല്ലേ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് കുറഞ്ഞാൽ സെൻറ്റർ വളരെ നിയർ ബൈ ആവും. സെൻറ്റർ വളരെ നിയർ ബൈ ആയ റേഡിയസ് കുറഞ്ഞാൽ എന്ത് കൂടും? ബി കൂടും അല്ലേ. അപ്പൊ ഇൻവേഴ്സ്ലിയുടെ മീനിങ്ങും അതല്ലേ. നിങ്ങൾക്കറിയാലോ, ഡയറക്ട്ലി ഇൻവേഴ്സ്ലിയുടെ ഡിഫറൻസ് അറിയാലോ. ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റൊന്നും കൂടും, ഒന്ന് കുറഞ്ഞാൽ മറ്റേതും കുറയണം അല്ലേ. ഇത് കുറഞ്ഞാൽ ഇത് കുറയണം. അപ്പൊ അതേപോലെ ഇൻവേഴ്സ്ലിയുടെ മീനിങ് ഒന്ന് കുറഞ്ഞാൽ മറ്റേത് കൂടും അല്ലേ, ആണല്ലോ. അതുകൊണ്ട് ഇവിടെ റേഡിയസ് കുഞ്ഞാവും തോറും ഈ റേഡിയസ് ചെറുതാവും തോറും, അതായത് റേഡിയസ് ചെറുതാവുന്ന സർക്കുലർ ലൂപ്പ് കുഞ്ഞായിക്കൊണ്ടിരിക്കുന്നു. സർക്കുലർ ലൂപ്പ് കുഞ്ഞാവും തോറും സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ ഗ്രേറ്റർ ആയിരിക്കും. അപ്പം റേഡിയസ് കുറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതുകൊണ്ട് ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r. അപ്പൊ എന്തെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഫാക്ടർ കറണ്ട്, സ്ട്രെങ്ത് ഓഫ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. ദെൻ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ കോയിൽ. ഇത്രയും ഫാക്ടേഴ്സിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സർക്കുലർ കോയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു? ഒന്ന്, ദ കറണ്ട് ത്രൂ ദ സ്ട്രൈറ്റ് കണ്ടക്ടർ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സ്ട്രൈറ്റ് കണ്ടക്ടർ. സ്ട്രൈറ്റ് കണ്ടക്ടറിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആയില്ലാണ്. അതിലും നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്റ്റൻസ് കൂടിയാൽ സ്ട്രൈറ്റ് കണ്ടക്ടറിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. ഡിസ്റ്റൻസ് കുറഞ്ഞാൽ വളരെ നിയർ ബൈ ആണ് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ്. അവിടെയും നമുക്ക് ഇൻവേഴ്സ്ലി തന്നെയായിരുന്നു റേഡിയസ്. അവിടെ നമ്പർ ഓഫ് ടേൺസ് വരില്ല, പകരം കറണ്ട് വരും. ഓക്കെ, ഈ രണ്ട് ഫാക്ടേഴ്സ് ഫസ്റ്റ് ആൻഡ് തേർഡ് ആയിരുന്നു രണ്ട് ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രൈറ്റ് കണ്ടക്ടർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം അതേപോലെ നമുക്കിവിടെ ഈ 3 ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ സർക്കുലർ കോയിലിന്റെ ഫാക്ടേഴ്സും മനസ്സിലായി, എഴുതിയെന്ന് വിചാരിക്കുന്നു. ഈ ഫാക്ടേഴ്സ് എഴുതിയിട്ടുണ്ടാവല്ലോ. ഓക്കെ, ദെൻ ഇനി പറയാൻ പോകുന്നത് ഈ കോയിൽ. ഓക്കെ, നമുക്ക് കുറേ വൗണ്ടിങ്സ് ഉണ്ട്. അടുത്ത നിങ്ങൾ അപ്പോൾ പഠിക്കാൻ പോകുന്നത് സോളിനോയിഡ്. ഓക്കെ, വാട്ട് ഈസ് എ സോളിനോയിഡ്? ഇതേപോലെയുള്ള കോയിലുകൾ. ഒരു കോയിൽ, ഓക്കെ, സെക്കൻഡ് കോയിൽ, തേർഡ് കോയിൽ, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെ പോവാ. ഓക്കെ, ഈ കോയിലിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ പോവാം. ഇപ്പൊ ഇത് വൗണ്ട് ചെയ്തിരിക്കുമല്ലേ. ഈ വൗണ്ട് ചെയ്തിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് എന്താണ്? എന്ത് ഫോമിലാണ്? ഇതെന്ത് ഫോമിലാണ്? ഹെലിക് സ്ട്രക്ചർ അല്ലെ, സ്പ്രിങ്ങിന്റെ സ്ട്രക്ചർ അല്ലേ. ഒരു സ്പ്രിങ്ങിന്റെ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സർക്കുലർ കോയിൽ, കണ്ടിന്യൂസ് സർക്കുലർ കോയിൽസ് ആണ്. ഓക്കെ, ഇതിലെ പ്രത്യേകത എന്താ? നമ്മൾ ഇവിടെ നിന്ന് ഒരു കറണ്ട് എൻ്റർ ചെയ്താൽ ഈ കോയിൽ ഏത് ഡയറക്ഷൻ പോകുന്നോ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും അടുത്ത കോയിലും എല്ലാ കോയിലും കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് തന്നെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാത്തിലെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് ബാക്കിൽ കൂടെ എൻ്റർ ചെയ്ത് ഇത് ഫ്രണ്ടിലൂടെ, ഇത് ബാക്ക് എൻഡാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇതൊക്കെ ബാക്ക് എൻഡാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡോട്ടഡ് ഇട്ടേക്കണതൊക്കെ ബാക്ക് എൻഡ് ആണ്. ബാക്കിലൂടെ എൻ്റർ ചെയ്തിട്ട് ഫ്രണ്ടിലൂടെ ഇങ്ങനെ തിരിച്ചു വരിക. ഓക്കെ, എല്ലാ കോയിലും അത് തന്നെയല്ല സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ കറണ്ട് ഇങ്ങനെ എൻ്റർ ചെയ്ത് പോകാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും?
മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാത്തിലും എങ്ങനെയായിരിക്കും? ഒരേപോലെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് ബാക്ക് എൻഡിലൂടെ എൻ്റർ ചെയ്ത് ഇതിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഹോൾഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നിന്ന് എൻ്റർ ചെയ്ത്, അതായത് മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നോക്കിയാൽ മതി. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നോക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദാറ്റ് ഫേസ് ഈസ് ആക്ട് ആസ് നോർത്ത്. ഓക്കെ, ആക്ച്വലി ദിസ് ഫേസ് വിൽ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറയാം. ദിസ് ഇസ് നോർത്ത് ആൻഡ് ദിസ് ഇസ് സൗത്ത്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുവാണ്. ഈ എൻഡ് എന്താണ് നോർത്തായിട്ടും ഈ എൻഡ് എന്തായിട്ടും ആക്ട് ചെയ്യും, സൗത്ത് ആയിട്ടും ആക്ട് ചെയ്യും. ഇതിലെ ബാക്ക് എൻഡ് കോയിലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കയറി ഇങ്ങനെ പോകുന്നത്. കറണ്ട് ഇവിടെ എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ നോർത്ത് ഫേസ് ആയിട്ട് പറയും. അതാണ് ക്ലോക്ക് റൂളൊക്കെ. അത് വരട്ടെ. അപ്പോൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പറയുകയാണ്. അപ്പോൾ സോളിനോയിഡിൻ്റെ ഡയറക്ഷൻ ഞാൻ പറയാം കേട്ടോ. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് ഈസ് എ സോളിനോയിഡ് എന്ന് വെച്ചാൽ okay, a large number of copper windings wounded in the form of an helix or in the form of a എന്താണ് cylindrical എന്താണ് ഫോർമാറ്റ്. ഓക്കെ, സിലിണ്ടറിക്കൽ ഫോമിൽ വൗണ്ട് ചെയ്തിരിക്കുക അല്ലെ, ഒരു സിലിണ്ടറിക്കൽ ഫോമിൽ വൗണ്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഹെലിക്സ് സ്ട്രക്ചർ. ഹെലിക്സ്. ഓക്കെ, ഹെലിക്സ് സ്ട്രക്ചർ ഇങ്ങനെ വൗണ്ട് ചെയ്യുന്നതിനാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെലിക്സ് ഫോമിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് കോയിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സോളിനോയിഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിനോയിഡിൻ്റെ പ്രത്യേകത എന്താ? ഇതുപോലെ കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് എന്ത് ജനറേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആൻഡ് നമുക്ക് കാണാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ അകത്തേക്ക് പോകണ കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ അകത്തേക്ക് പോകും. ഓക്കെ, അകത്തോടെ പോകണം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പഠിക്കണം. അതിനുവേണ്ടിയാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുകൂടി ഇരുന്നോട്ടെ. നമുക്ക് ക്ലോക്ക് റൂൾ പറയാം. ഓക്കെ, ക്ലോക്ക് റൂൾ ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ്, അല്ലെങ്കിൽ ടു ഫൈൻഡ് ദ പൊളാരിറ്റി ഓഫ് ദ ഫേസ് ഓഫ് എ സർക്കുലർ കോയിൽ. ഒരു സർക്കുലർ കോയിലിൻ്റെ ഈ ഫേസ് സൗത്ത് ആണോ നോർത്ത് ആണോ, അപ്പുറത്തെ ഫേസ് സൗത്ത് ആണോ നോർത്ത് ആണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ക്ലോക്ക് റൂൾ എന്ന് പറയുന്നത്. എന്താണ് ക്ലോക്ക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലോക്ക് റൂൾ പറയുന്നതാണ് ഇഫ് ദ കറണ്ട് ഇൻ എ സർക്കുലർ കോയിൽ ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കണ്ടോ, ക്ലോക്ക് കറങ്ങുന്ന പോലെ ഈ ഡയറക്ഷൻ ആണ് കറണ്ട് എങ്കിൽ, ഓക്കെ, ഇഫ് ദ കറണ്ട് ഇൻ എ കോയിൽ ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദെൻ ദാറ്റ് ഫേസ് വിൽ ആക്ട് ആസ് സൗത്ത് പോൾ. ആ ഫേസ് എന്തായിരിക്കും? അപ്പോൾ ഈ കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നിങ്ങൾ നോക്കുന്ന സൈഡിൽ ആ കോയിലിൻ്റെ ഫേസ് സൗത്ത് ആണെങ്കിൽ, ക്ലോക്ക് വൈസ് ആണ് കറണ്ട് എങ്കിൽ ആ ഫേസിൽ, ദെൻ ദാറ്റ് ഫേസ് വിൽ ബി സൗത്ത്. ആൻഡ് അപ്പുറത്തെ ഫേസ് എന്തായിരിക്കും? ഇതിൻ്റെ പുറകിലുള്ള ഫേസ് എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ, ദെൻ അപ്പോൾ ക്ലോക്ക് റൂൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിലോ? ആൻഡ് ഇഫ് ദ കറണ്ട് ഈസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ വരും അല്ലേ? ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നോക്കിയേ, ഇവിടെ സൗത്ത് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആകുമ്പോൾ എസ് എന്ന് എഴുതുക, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സൗത്ത് ആണ്. കേട്ടോ, ക്ലോക്ക് വൈസ് അല്ലേ? ഓക്കെ, അതിൻ്റെ എൻസ് രണ്ട് ചുമ്മാ ഒരു ആരോ ഇടുക, എളുപ്പം ഒരു ഓർക്കാനായിട്ട്. ഓക്കെ, ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോക്കിയേ, നോർത്ത് ഇതേപോലെ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒന്ന് ചുമ്മാ വളച്ചു കൊടുക്കുക രണ്ട് സൈഡും. അപ്പോൾ നോക്കിയേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദാറ്റ് ഫേസ് വിൽ ബി നോർത്ത്. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും കറണ്ട്. അപ്പോൾ ആ കോയിലിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കുന്നു, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതാണ്? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ആ ഫേസ് നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ എനിക്ക് നോർത്താന്ന് എങ്ങനെ കിട്ടി? ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു ബാക്കിലത്തെ കോയിലൂടെ എൻ്റർ ചെയ്ത് ഇതിലൂടെ പോവാം. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്ന കോയില് ഇങ്ങനെ കയറി ഇറങ്ങി പോവാം. എനിക്ക് ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത്, കാരണം കോയിൽ ഇങ്ങനെ വെക്കുമ്പം ഈ കോയിലെടുത്ത് ഇവിടെ വെക്കാൻ നേരത്ത് ഇങ്ങനെ കറണ്ട് പോകണം അപ്പുറത്തേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇറങ്ങി അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദിസ് ഫേസ് വിൽ ആക്ട് ആസ് നോർത്ത്. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റി ഇപ്പുറത്തേക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോയിൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യണത് ഇപ്പുറത്തെ കോയിലായിട്ട് എടുക്കുക. തിരിച്ച് സ്പ്രിങ് വൗണ്ട് ചെയ്താലും നമുക്ക് ഡയറക്ഷനൊക്കെ മാറും, അത് വറി ചെയ്യണ്ട. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഞാൻ എടുത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഇതെൻ്റെ നോർത്തും ഇതെൻ്റെ സൗത്തും ആണെന്ന് കിട്ടി. ഓക്കെ, ഇത് നോർത്ത് ആണെങ്കിൽ ഇപ്പുറത്ത് ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരിക. അതുപോലെ തന്നെ ഈ കോയിൽ നോക്കി, ഈ കോയിലിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താ? ക്ലോക്ക് വൈസ് അല്ലേ? ദിസ് ഇസ് ക്ലോക്ക് വൈസ് കറണ്ട്. ഇത് ക്ലോക്ക് വൈസ് കറണ്ട് ആണെങ്കിൽ ദിസ് ഫേസ് വിൽ ബി സൗത്ത് ആൻഡ് അപ്പുറത്തെ ഫേസ് എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും.
ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഡയറക്ഷൻ നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കൺസെപ്റ്റിലൊക്കെ വിട്ടിട്ട് സോളിനോയിഡിലേക്ക് വരാം. തീർത്തും സോളിനോയിഡിലേക്ക് വരാം. ഓക്കെ ഓക്കെ ദേ, അപ്പോൾ ഇതെല്ലാവരും എഴുതിയെടുത്തോ. എഴുതിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങളത് എഴുതുക. ക്ലോക്ക് റൂളിൻ്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതിക്കോളൂ. ക്ലോക്ക് റൂൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: when a current in a circular coil is in the clockwise direction, when the current in a circular coil is in the clockwise direction, then that phase will act as south pole. When the current is in the anti-clockwise direction, that phase will act as north pole. Okay, that is clock rule. Okay, അപ്പോൾ നമ്മളൊരു സോളിനോയിഡ് എടുത്തു. സോളിനോയിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹെലിക് സ്ട്രക്ചർ ആണ്. അതിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു ഈ എൻ്റെ നോർത്തും ഈ എൻ്റെ സൗത്തും ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഇതെങ്ങനെ വരച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റെ നോർത്ത് സൗത്ത് ആണെങ്കിൽ നോർത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് സൗത്തിലൂടെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് ജനറേറ്റിംഗ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത്. അപ്പോൾ നോർത്തും സൗത്തും കിട്ടി അത് പറയാം. ഇല്ലെങ്കിൽ സർക്കുലർ കോയിലിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഈ കോയിലിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ നേരത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് അല്ലേ ഹോൾഡ് ചെയ്യാൻ നേരത്ത് മാഗ്നറ്റിക് ഫീൽഡ് നോക്കി അകത്തുനിന്ന് പുറത്തേക്ക്, അപ്പോൾ ഇവിടെ നിന്ന് അകത്തുനിന്ന് ഇറങ്ങി പുറത്തേക്ക്. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. പക്ഷേ ഇൻസൈഡ് ദ ഡയറക്ഷൻ നോക്കിയേ, ഇൻസൈഡ് ഇപ്പോൾ പുറത്ത് ഇവിടെ നിന്ന് ഇങ്ങാടാണെങ്കിൽ ഇവിടുത്തെ പുറത്ത് ഇപ്പുറത്തേക്ക്. പക്ഷേ ഇൻസൈഡ് നോക്കിയേ എല്ലാവരും ഇവിടെ നിന്ന് വരുന്നവനും സോറി ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഡയറക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങാടാണ് പോകുന്നത് അല്ലേ, നോർത്ത് നിന്ന് സൗത്ത്. ഇവിടെ നിന്ന് ആണെങ്കിൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക്, നോർത്ത് നിന്ന് സൗത്തിലേക്ക് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എൻട്രി ചെയ്തിട്ട് നോക്കി ഓക്കെ. അപ്പോൾ ഇൻസൈഡ് നോക്കി സെയിം ഡയറക്ഷൻ അല്ലേ പോകുന്നത്, ഇൻസൈഡ് സെയിം ഡയറക്ഷനുമാണ്. സോളിനോയിഡിൻ്റെ അകത്തെ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ നോക്കി അപ്രോക്സിമേറ്റ്ലി യൂണിഫോം ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് യൂണിഫോം ആണ്. അപ്പം ഈ പറഞ്ഞ സോളിനോയിഡിൻ്റെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആയതുകൊണ്ട് ദ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ സെൻറ്ററിലാണ് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ സോളിനോയിഡിൻ്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ എ ലാർജ് നമ്പർ ഓഫ് കോപ്പർ വൈൻഡിങ്സ് വൗണ്ടഡ് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ് ഈസ് നോൺ ആസ്, ഓർ ഇൻ ദ സിലിണ്ടറിക്കൽ ഫോം ഈസ് നോൺ ആസ് ഹെലിക്സ് ഈസ് നോൺ ആസ് സോളിനോയിഡ് എന്ന് പറയാം. ഓർ ഇൻ ദ സിലിണ്ടറിക്കൽ ഫോം എ ലാർജ് നമ്പർ ഓഫ് കോപ്പർ വൈൻഡിങ്സ് wounded on an insulating cylinder. Okay, insulating material in the structure of cylinder എന്നൊക്കെ പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഒരു സോളിനോയിഡിൽ എന്ത് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യാൻ നേരത്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ഇൻസൈഡ് ദ സോളിനോയിഡ് എന്താണ്, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എഴുതേണ്ടത് ഇൻസൈഡ്, ഫസ്റ്റ് പോയിന്റ് ഇൻസൈഡ് ദ സോളിനോയിഡ്, എന്താണ് പ്രത്യേകത, ഇൻസൈഡ് ദ സോളിനോയിഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം. സെക്കൻഡ്, ബി ഈസ് സ്ട്രോങ്ങർ. എവിടെയാണ് സ്ട്രോങ്ങർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ് ആൻഡ് half at the ends of the solenoid, and half at the ends of the solenoid. Okay, and the third one ഏത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് സെൻട്രലാണെങ്കിൽ ഹാഫ് ആയിരിക്കും, അതിൻ്റെ ഹാഫ് ആയിരിക്കും രണ്ട് എൻഡ്സ് ഓഫ് ദ സോളിനോയിഡിൻ്റെ എൻഡ്സിൽ, പോൾസിൽ അല്ലേ, പൊളാരിറ്റി പറയുന്ന ഈ രണ്ട് എൻഡ്സിൽ എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. ആൻഡ് ദ തേർഡ് പോയിന്റ്, solenoid is act like a bar magnet അല്ലേ, ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെയല്ലേ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പം നമ്മളൊരു ബാർ മാഗ്നറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ വരയ്ക്കുന്നത് കാണുമോ? ഓക്കെ, ഇവിടെ ഞാൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളൊരു ബാർ മാഗ്നറ്റ് വരയ്ക്കുവാണെങ്കിൽ, ഒരു ബാർ മാഗ്നറ്റ് എടുക്കുവാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റിന് ഒരു നോർത്തും ഒരു സൗത്തും ഉണ്ടാവും. ഈ മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഓക്കെ, കണ്ട ഇൻസൈഡും ഉണ്ട് കേട്ടോ. ഇൻസൈഡ് നമ്മൾ പിന്നെ അത് വരച്ച് കാണിക്കില്ല, വേണമെങ്കിൽ വരച്ച് കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ടച്ച് ചെയ്യാൻ പാടില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. ഓക്കെ, അപ്പോൾ നോർത്തിൽ നിന്നും സൗത്തിലേക്ക്. അപ്പോൾ നോക്കിയേ, സൗത്തിൽ നിന്നും ഇതേപോലെ അകത്തും ഉണ്ട്. ഓക്കെ, അത് പിന്നെ നമ്മൾ ബാർ മാഗ്നറ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ വരച്ച് കാണിക്കില്ല. സോളിനോട് നമ്മൾ കോയിൽ ആയതുകൊണ്ട്
വരച്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നോക്കിയേ, ഒരു ബാർ മാഗ്നറ്റിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോളിനോയിഡ്. അതുകൊണ്ട് സോളിനോയിഡ് ആക്ട് ലൈക്ക് എ ബാർ മാഗ്നറ്റ് അഥവാ സോളിനോയിഡ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ് എന്ന് നമുക്ക് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ ആണോ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ കേസിൽ പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു ടേമും കൂടെ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റഡ് ആവും സർക്കുലർ കോയിലിൻ്റെ. അപ്പോൾ സർക്കുലർ കോയിലിൽ നമ്മൾ പറഞ്ഞ കാര്യം, ആദ്യം സർക്കുലർ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞു, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം സോളിനോയിഡിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു. സോളിനോയിഡിൻ്റെ അകത്തെ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ എന്താണ്? യൂണിഫോം ആണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം എന്ന് പറഞ്ഞാൽ ആക്ച്വലി magnetic field is uniform, that is uniform magnetic field, which means that which having same direction and same magnitude everywhere inside the solenoid, at the center of the solenoid. Okay, clear ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞത് സ്ട്രോങ്ങർ ഫീൽഡ് സെൻറ്റർ ആണ്, അതിൻ്റെ ഹാഫ് ആണ് അറ്റ് ദ എൻഡ്സ്. സോളിനോയിഡ് ബാർ മാഗ്നറ്റ് പോലെ തന്നെയാണ്. ഇത്രയെങ്കിലും നിങ്ങൾ സോളിനോയിഡിൻ്റെ കൺസെപ്റ്റ് പറയുമ്പം അറിഞ്ഞിരിക്കണം. ആൻഡ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കാനായിട്ട് ഫേസ് ഓഫ് ദ പൊളാരിറ്റി ഓഫ് ദ സോളിനോയിഡ് ഫേസസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ക്ലോക്ക് റൂൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതേപോലെ വരയ്ക്കുക. അതുപോലെ തന്നെ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, ഇത് ഇച്ചിരി അവിടെ നീറ്റായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റായിട്ട് വരയ്ക്കാം. ഞാൻ വരച്ചേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നന്നായിട്ട് വരയ്ക്കാൻ അറിയായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഒരു സോളിനോയിഡ് തന്നെ അതിൽ നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ which is placed inside a solenoid. Okay, a soft iron core. കണ്ടോ, ഇവിടെ ഞാനൊരു സോഫ്റ്റ് അയൺ കോർ, ഒരു അയൺ കോർ വെച്ചു. സോഫ്റ്റ് അയൺ കോറിനെ വെച്ചിരിക്കുവാണ്. ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസൈഡ് എ സോളിനോയിഡ്, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു അയൺ കോറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസുലേറ്റഡ് കോപ്പർ വൈൻഡിങ്സ് വൗണ്ട് ചെയ്യുവാണ്. വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സോളിനോയിഡായി അല്ലേ. ഇൻസുലേറ്റഡ് കോപ്പർ വൈൻഡിങ്സ് വൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്താവും, അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ എന്ത് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യും, സോഫ്റ്റ് അയൺ കോറിൽ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് സോളിനോയിഡ് മാറ്റിയിട്ട് എന്താ പറയേണ്ടത്, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുത്തോ, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എ സോഫ്റ്റ് അയൺ കോർ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിനകത്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ് അയൺ കോർ വിച്ച് ആക്ട് ആസ് എ മാഗ്നറ്റ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് സോളിനോയിഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ സോഫ്റ്റ് അയൺ കോർ ഈസ് കൺവേർട്ടഡ് ആസ് എ മാഗ്നറ്റ്. ഓക്കെ, കൺവേർട്ടഡ് ഇൻ ടു മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആഫ്റ്റർ ദാറ്റ് വെൻ ദ കറണ്ട് ഈസ് സ്വിച്ച്ഡ് ഓഫ്, അതിന്റെ കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ലൂസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആൻഡ് എന്താണ് റിട്ടേൺസ് ആസ് എന്താണ് നോർമൽ സോഫ്റ്റ് അയൺ കോർ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ ലൂസ് ചെയ്തിട്ട് അത് നോർമൽ സോഫ്റ്റ് അയൺ കോർ ആവും. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയും. ടെമ്പററി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ എങ്ങനെ പറയും, എന്താണ്, എ സോഫ്റ്റ് അയൺ കോർ പ്ലേസ്ഡ് ഇൻസൈഡ് എ സോളിനോയിഡ് ആക്ട് ആസ് എ മാഗ്നറ്റ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് and it loses its magnetic property when the current is switched off. Okay, so endana, a soft iron core which is placed inside a solenoid coil act as a magnet when current passes through it and it loses its magnetic property when the current is switched off. Okay, ingane namakku make cheyyunnതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിക്ക് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇതിൽ B/2 ഒന്നും എഴുതണ്ട, നിങ്ങൾ ആ സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുള്ള ഇത് വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനൊരു പൊളാരിറ്റി ഉണ്ട്, നോർത്ത് സൗത്ത് അല്ലേ, അതുപോലെ തന്നെ സെയിം പൊളാരിറ്റി. ഇനി എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിയുമ്പോഴേക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെല്ലാം കൂടെ, സോഫ്റ്റ് അയൺ കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് വിച്ച് കോൺസെൻട്രേറ്റ് ഓൾ മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് എന്താണ് സെൻറ്റർ ഓഫ് ദ കോയിൽ. ഈ കോയിലിൻ്റെ സെൻറ്റർ, ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ സെൻറ്ററിലേക്ക് എല്ലാ മാഗ്നറ്റിക് ഫീൽഡിനെയും കോൺസെൻട്രേറ്റ് ചെയ്യും. ആൻഡ് വിച്ച് പെനട്രേറ്റ് ത്രൂ ദ സോഫ്റ്റ് അയൺ കോറിലൂടെ പെനട്രേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പെനട്രേറ്റ് ചെയ്യുമ്പോഴേക്കും സോഫ്റ്റ് അയൺ കോറിന് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡ് സിംപ്ലി വെക്കുന്നതിലും സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സോഫ്റ്റ് അയൺ കോർ വെക്കുമ്പം നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരിക. ഓക്കെ, അങ്ങനെ നമ്മൾ
മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ബെല്ല്, അതുപോലെ തന്നെ നമ്മുടെ ക്രെയിൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ക്രെയിൻസ് ഒക്കെ ഉണ്ട്. അതായത് കാറിനെയൊക്കെ പൊക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒരു ക്രെയിൻസ് ഉപയോഗിക്കും. അതായത് ഇരുമ്പൊക്കെ എന്ത് ചെയ്യും, ഇതിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആവും, അവർ അട്രാക്ട് ചെയ്യും, ഇരുമ്പിനെ അട്രാക്ട് ചെയ്യും. മാഗ്നറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണമെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിവർ മാറ്റിയെടുക്കാം. ഓക്കെ, ആ പ്ലേറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റാം അല്ലേ. അപ്പോൾ അങ്ങനെ ക്രെയിനിനെ ഉപയോഗിക്കാനൊക്കെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ പല യൂസസ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക് ബെൽ എന്ന് പറയുന്നതും ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സർക്കുലർ കോയിലിൻ്റെ കൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ സർക്കുലർ കോയിലിൽ ആദ്യം കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് എടുത്തു, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ആ കോയിലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞായിരുന്നു. ആഫ്റ്റർ ദാറ്റ് സോളിനോയിഡ് എന്താണെന്ന് പറഞ്ഞായിരുന്നു, സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകതകളും പറഞ്ഞായിരുന്നു. ആഫ്റ്റർ ദാറ്റ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യണം. അപ്പോൾ നോട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതിൻ്റെ ബാക്കി. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കുക, നോട്ട്സ് എഴുതുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിനകത്ത് വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറെ ഡൗട്ട്സൊന്നും വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.